നെല്ലിയാമ്പതിയിൽ സൂസൈഡ് പോയിന്റ് വീണവർ ആരും രക്ഷപ്പെട്ടു. ഇതുവരെ രക്ഷപ്പെട്ട ചരിത്രമില്ല. ഈ ഒരു ചരിത്രം മാത്രം നമുക്ക് അറിയാം. നമ്മുടെ വീട്ടിൽ വന്ന് കിടന്ന് കൊണ്ടുപോയ കാരണം നിങ്ങളൊക്കെ ഉള്ള അവസ്ഥയ്ക്ക് തെച്ചാതി, എലി, പന്നി ഈ സാധനമൊക്കെ കണ്ടതല്ലാണ്ട് ഓർമ്മ വരുമ്പോ ബാക്കിയുള്ള മൃഗത്തിനൊന്നും കണ്ടിട്ടില്ല. അവൻ്റെ ഒരു മോളിൽ നിന്ന് വീണിട്ടേ അവൻ രക്ഷപ്പെട്ടതന്നെ വലിയ ഭാഗ്യമാണ്. അച്ഛൻ്റെ അമ്മേന്റെ ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. മരിക്കുകയും ചെയ്തു. 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി കണ്ടത്. 1 കിലോ അങ്ങനെ ഒരു നെല്ല് മാത്രം കണ്ടു. കുറച്ച് അടിച്ചതോ ആന്റെ മുഖത്താണ്. ഇത്ര തന്നെ ഗ്യാസ്. ആന്റെ ശല്യം തുടങ്ങിയാൽ നമുക്ക് രാത്രി വർക്കും ഉണ്ടാവില്ല. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു സർവൈവൽ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കൊല്ലംകോടുള്ള സീതാർകുണ്ട് വാട്ടർഫോളിൻ്റെ അടുത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഐഷുമ്മയാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എനിക്കത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അധികം ആർക്കും അറിയാത്തൊരു സ്റ്റോറിയും കൂടാണ്. ഈ ഒരു ഏരിയയിലുള്ള കുറച്ച് പേർക്ക് അറിയുന്നുള്ളതാണ്. ബാക്കി സ്റ്റോറീസ് നമുക്ക് ഉമ്മയെടുത്ത് ചോദിച്ചു നോക്കാം. ഉമ്മ ഇത് ഏത് വർഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്? 8 വർഷത്തിന് മുമ്പാണ് നടക്കുന്നത്. എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിനിപ്പോ ബുക്കൊക്കെ എടുത്ത് അവരുടെ ഫോൺ നമ്പറൊക്കെ നോക്കുമ്പോൾ അറിയുള്ളൂ. അവര് കഴിഞ്ഞ പ്രാവശ്യം ടൂർ വന്നിരുന്നു. ചിറ്റൂർ പനയോരത്തിക്കോട് ആളുടെ സ്ഥലം. അതിന്റെ പേരടക്കം എനിക്ക് മറന്ന പോലെയായി. രാജു ഇതപ്പോ ഒരു 4-5 മാസത്തിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു സീതാർകുണ്ട് കാണാൻ. എന്നിട്ട് എന്നെ കണ്ടിട്ടാണ് പോയത്. ഭയങ്കര ഫുൾ തിരക്കായിരുന്നു. കാണാനേ പറ്റിയില്ല. എന്നെ മനസ്സിലായ മാ കേട്ടോ ഇല്ല പറഞ്ഞു. നല്ല മനയിൽ നിന്ന് വീണത് പറഞ്ഞു. അങ്ങനെ ഒരു നെല്ല് മാത്രം കണ്ടു. ഇത് എങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ആള് ഇവിടെ എത്തുന്നത്? അത് ഭയങ്കര ഡേഞ്ചറായിട്ടാണ് വന്നിരിക്കുന്നത്. ആള് ഈ ഹാർട്ടിലേക്കടക്കം എത്തി. പുഴുവ് ശരീരം പുഴുവായിരുന്നു. ആള് നമ്മുടെ നെന്മാറ സീതാർകുണ്ടെന്ന് എത്തിയിട്ടുള്ളത് അല്ലേ അമ്മ? അപ്പോഴും ജീവനോട് കൂടെ താഴത്തെ വീട് ഞങ്ങളുടെ വീട് തന്നെ ഉള്ളു. അതെ, ഞങ്ങളുടെ വീട്ടിൽ വരാണ്ട് ഒരു കാര്യം നടക്കില്ല. അയാൾ എത്ര ദിവസം അവിടെ കിടന്നു വീണിട്ട്? 5 ദിവസം കിടന്നിട്ടുണ്ട്. കാട്ടിന്റെ ഉള്ളിൽ 5 ദിവസം കിടന്ന് വെള്ളം കുടിക്കും. അങ്ങനെ ആഹാരമില്ലാണ്ടാകുമ്പോ പിന്നെയും ബോധം കെടും. ഇത്രയും മോളിൽ നിന്ന് വീണിട്ടേ അവൻ രക്ഷപ്പെട്ടതന്നെ വലിയ ഭാഗ്യമാണ്. നെല്ലിയാമ്പതിയിൽ സൂസൈഡ് പോയിന്റ് വീണവർ ആരും രക്ഷപ്പെട്ടു. ഇതുവരെ രക്ഷപ്പെട്ട ചരിത്രമില്ല. ഈ ഒരു ചരിത്രം മാത്രം നമുക്ക് അറിയാം. നമ്മുടെ വീട്ടിൽ വന്ന് കിടന്ന് കൊണ്ടുപോയ കാരണം നമുക്കറിയാം. അവൻ രക്ഷപ്പെടുകയും ചെയ്തു, വരികയും ചെയ്തു. അതെ, വരുന്ന സമയത്ത് അവൻ ഭയങ്കര മോശമായ നിലയിലാണ് വന്നത്. ഇത്തിരി കഞ്ഞി കുടിച്ചിട്ട് കൂടെ അവനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. ക്ഷീണമായി അങ്ങനെ കിടന്നു. പിന്നെ പോലീസുകാർ വന്ന് തട്ടിയടിച്ചിട്ടാണ് ദേഹം മുഴുവൻ ബ്ലഡ് ആയിട്ടാണ്. ബ്ലഡ് പറഞ്ഞ ബ്ലഡ് ചലവാണ്. ഇങ്ങനെ ഈച്ച, മറ്റേ മലയിലത്തെ ഈച്ചയില്ല, അതിങ്ങനെ ചുറ്റിലും ഉണ്ടായിരുന്നു. ഷർട്ടിന്റെ ഉള്ളിരിക്കുക കിടക്കുകയാണ്. ഇത് പിന്നാലെയായ കാരണം അറിയുന്നില്ല. ശരീരത്തിൽ ഇത്ര മുറിവുണ്ടെന്നുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ പണി അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെന്താ ഈ മൃഗങ്ങളൊക്കെ ഉള്ള അവസ്ഥയ്ക്ക് തെച്ചാതി, എലി, പന്നി ഈ സാധനമൊക്കെ കണ്ടതല്ലാണ്ട് ഓർമ്മ വരുമ്പോ ബാക്കിയുള്ള മൃഗത്തിനൊന്നും കണ്ടിട്ടില്ല. അവന്റെ ഒരു ഭാഗ്യം. നോർമലി നമ്മുടെ ഈ കാട്ടിൽ എന്തൊക്കെ മൃഗങ്ങളുണ്ട്? ആനയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആനയുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്. സാധനങ്ങളെല്ലാം ഇവിടെ എല്ലാം ഉണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് ആള് സർവൈവ് ചെയ്ത് വന്നു ഇവിടെ വരെ. എന്നിട്ട് പിന്നീട് എങ്ങനെ പോലീസിനെ അറിയിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് അറിയിച്ച് അവർ വന്ന് കൊണ്ടുപോയി. അന്ന് രക്ഷപ്പെട്ടിട്ട് അവൻ നോക്കാൻ വന്നു. പിന്നീട് 6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നോക്കാന് നേന്ത്രപ്പഴം, ആറഞ്ചിപ്പഴം, മുന്തിരിപ്പഴം അവൻ പോകുമ്പോഴേ പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ട് വന്ന അമ്മാനെയും ബാപ്പാനെയും മുന്തിരി ഓറഞ്ചും വാങ്ങിയിട്ട് നോക്കാൻ വരും പറഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ട് അവർ കുടുംബത്തോടെ വന്ന്. ഒരുപാട് ഡെപ്തുള്ള സ്ഥലങ്ങളുണ്ട് സീതാർകുണ്ട് വാട്ടർഫോളിന്റെ ഉള്ളില്. അതിന്റെ ഉള്ളിലേക്ക് പെട്ട് ഒരുപാട് മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആലത്തൂർ കാവശ്ശേരിന്ന് ഒരു ചെക്കൻ ക്യാമറ ഫോട്ടോ എടുത്തിട്ട് വീണ് മരിക്കുകയും ചെയ്തു. 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി കണ്ടത്. 1 കിലോമീറ്റർ അങ്ങാപ്പുറത്ത് പോയിട്ടാണ് ബോഡി കിട്ടിയത്. ഒഴുക്കുള്ള സമയം. അപ്പൊ അങ്ങനെയുള്ള ചരിത്രമൊക്കെ ആകുമ്പോ 22, 23 അപ്പൊ നമ്മുടെ ഈ വെള്ളച്ചാട്ടം കൂടുതലാകുമ്പോഴാണ് അതിന്റെയും തലേ കൊല്ലം ഇതേപോലെ കുളിക്കാൻ വന്നു. അളിയനും ഏട്ടനും അഞ്ചിനും ഒക്കെ കൂടിയിട്ട് പോണ സമയത്ത് ഏട്ടനില്ല, ബാക്കിയുള്ളവർക്ക് വന്നിട്ട്. അതേപോലെ മറ്റേ വടവനൂരിൽ നിന്ന് ഒരു പയ്യൻ, അത് 23 വയസ്സായ പയ്യൻ, ഇതേപോലെ കുളിക്കാൻ വന്ന് എല്ലാവരും കുളിച്ച് വേറൊരു ചക്കം പെട്ടു. അവനെ രക്ഷപ്പെടുത്താൻ ഇവനിറങ്ങി. ഇവൻ പെടുകയും ചെയ്തു, അവൻ രക്ഷപ്പെടുന്നു. അപ്പൻ, അമ്മ, പെങ്ങന്മാർ എല്ലാവരും ഉണ്ട് അന്നത്തെ. ചെറിയ മക്കൾ.
വരുന്ന ആളുകളൊന്ന് സേഫ് ആയിട്ട് നോക്കി കണ്ടൊക്കെ വരിക, നോക്കി വരിക, കുളിക്കുക, സന്തോഷം പോലെ എൻജോയ് ചെയ്ത് പോവുക. അവർ ശ്രദ്ധിക്കണം. അതെ, അവരവരെന്നെ ശ്രദ്ധിക്കണം. നോക്കാനായിട്ട് ഇവിടെ വേറെ ആരും ഇല്ല. കൂടുമ്പോ എല്ലാരിടത്തും പറയാൻ പറ്റില്ല. നമ്മുടെ ഈ വഴിക്ക് വന്നാൽ നമ്മുടെ അവിടെ പാർക്കിംഗ് ചെയ്ത് വരുന്നത് എല്ലാരിടത്തും പറയുന്നതിന് നോക്കി പോകും. നോക്കി പോയി. പിന്നെ സർബത്ത് ഐസ്ക്രീം ഒക്കെ എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതെ, ആ ലൈനിൽ പോയി വന്നപ്പോൾ അവിടെ ആരും പറഞ്ഞു കൊടുക്കാനില്ല. പൈസ വാങ്ങാൻ അവർ എഴുതി വിടും, അത്രയാണ്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഓരോരോ ബോർഡുകൾ, മറ്റേ വേസ്റ്റ് ഇടാനുള്ള 6 പെട്ടി, ഇത് ഈ ചെറിയ പെട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾ ഈ വേസ്റ്റിനൊക്കെ ഈ ചെറിയ പെട്ടി കൊണ്ടുപോയി വെച്ചിട്ട് അത് നായും കടിച്ച് വെച്ചിട്ട് കൊണ്ടുപോകും. അപ്പം നമുക്കിവിടെ വന്യജീവികളുടെ ശല്യം ഉണ്ടോ? ഉണ്ട്. ആന വന്നാൽ തെങ്ങ് മറിച്ചിടും, പിന്നെ മാവിനെയൊക്കെ നശിപ്പിക്കും. നമ്മൾ കണ്ടില്ല പറഞ്ഞാൽ ആ തോട്ടം കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടുണ്ടാകും. എല്ലാവിടെയും ഒരു ഏകദേശം പറയുന്ന വെള്ളാരങ്ങളും ഇവിടെ മാത്തൂർ എല്ലാവരും പറയുന്നുണ്ട് കംപ്ലീറ്റ് നശിപ്പിക്കുകയാണ്. നമുക്ക് ആകെ കിട്ടുന്ന വരുമാനം അതാണ്. അതിലും ജീവിക്കാൻ പറ്റുന്നില്ല. ഈ ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഫെൻസിന് വെച്ച് അതിന് ഒരു പേടി ഉണ്ട് പറഞ്ഞാൽ അത് തൊടില്ല. അല്ല പറഞ്ഞാൽ വേറെ മരത്തിനെ പുഴക്കിയിട്ട് ഇതിന് മരം കൊണ്ട് ഇട്ടിട്ട് കിടക്കും. നമ്മ ഒരു ചാള കെട്ടണോ ഇത് തന്നെ നിലനിൽക്കുമോ എന്നുള്ള പേടി. ഐസ്ക്രീം വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്, അതിന് എന്തെങ്കിലും മണം പിടിച്ച് വലിച്ചിട്ട് വന്ന് പൂവിനെ തീരും. അത് തന്നെ. അപ്പൊ നമുക്ക് വേറെ വീട്ടിലേക്ക് വല്ല ഉപദ്രവങ്ങളോ അങ്ങനെ വീട്ടിലേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത കാര്യം നമ്മ പറയാൻ പാടില്ല. ഇതുവരെ വീട്ടിലേക്ക് ആരും ഉപദ്രവിക്കൊന്നും ചെയ്തിട്ടില്ല. ഈ പിന്നെ ആന്റെ ശല്യം തുടങ്ങിയാൽ നമുക്ക് രാത്രി ഉറക്കം ഉണ്ടാവില്ല. സൗണ്ട് കേട്ട് പട്ടികൾ കുറയ്ക്കുന്ന സമയത്ത് ടോർച്ച് അടിച്ചിട്ടും പടക്കം പൊട്ടിച്ചിട്ടും അങ്ങനെയാണ് അറിയുന്നത്. ഇവിടെ പുലി കരടിയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പുലിയും കരടിയും ഒക്കെ മുകളിലുണ്ട്. നായിനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നായകളെ ആട്ടിനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. പുലി കണ്ടിട്ടുണ്ട്. നമ്മുടെ മരുമകൻ കണ്ടിട്ടുണ്ട്. ആട്ടിന്റെ സൗണ്ട് കാട്ട് പറഞ്ഞാൽ ഞങ്ങൾ വേഗം വന്നു വെളിയില്. അങ്ങനെ കൊള്ളക്കാരിൽ പിടിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരു 10 വർഷം ഒരു സമാധാനമായിരുന്നു. ആടൊന്നും വളർത്താണ്ടായിരുന്നു. അതെ, ഇപ്പൊ 2ാം പ്രാവശ്യം ആട് വളർത്താൻ തുടങ്ങി. അപ്പോഴാണ് ഇപ്പൊ അടുത്തടുത്തായിട്ട് പുലി ഇറങ്ങിയതും എല്ലാവരും. കരടിയുണ്ട്. കരടി എപ്പോഴും എല്ലാ കൊല്ലവും ഉണ്ട്. 2 കൊല്ലത്തിന് മുമ്പേ മുറ്റത്ത് വന്നിട്ട് കുറച്ച് അടിച്ചതോ ആന്റെ മുഖത്താണ്. ഇത്ര തന്നെ ഗ്യാപ്പുള്ളൂ. ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? ഈ ഒരു കാട്ടിലാണ് ആന ഇറങ്ങുന്നത്. നല്ല ഫുള്ളായിട്ട് ഇറങ്ങുന്നത് ഇവിടെയാണ്. പട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് അറിയാനെങ്കിലും അത് മണം കേട്ടാ മാന് വന്നാൽ അടക്കം പറിക്കും. അതെ, താഴത്ത് മാന് താഴത്തുള്ള മാങ്ങ കംപ്ലീറ്റ് തിന്നും. അതിന് പുറമെ ആന വന്നവനെ കൊമ്പം പൊട്ടിക്കും. ഇപ്പൊ ഏകദേശം ഒക്കെ വലുത് മുകളിലേക്കാക്കി എവിടെ. അതെ, അവർ ഇനിയിപ്പോ പെൻസിലിങ് അവിടെ കൂടെ വലുതായിട്ട് ഇട്ടിട്ട് വരുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അടുത്ത സീസൺ ആകും. എനിക്ക് എന്തെങ്കിലും നമ്മുടെ വീടിനോ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവര് ഫോറസ്റ്റിൽ അതിനുള്ള നടപടികൾ ഉണ്ടാവാറുണ്ടോ? എവിടെ ഒരു നടപടിയില്ല. വന്ന് പടക്കം പൊട്ടിച്ച് ആന ഇവിടെ കണ്ട് അവർ ഇവിടുന്ന് അതുവരെയും മുട്ടിക്കും. ഞങ്ങൾ കൊണ്ട് പറഞ്ഞു പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം പറഞ്ഞു ആ പടക്കം പൊട്ടിച്ചിട്ട് കഴിഞ്ഞ് കൊടുക്കും.